സംവിധാനം ചെയ്ത് ചാക്കോച്ചൻ മുഖ്യ കഥാപാത്രത്തിലെത്തിയ ഉന്മാദം ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയിട്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു ശില്പ മൂവി കണ്ടിട്ട്? സത്യം പറഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ചാക്കോച്ചന്റെ കരിയറിൽ ഏറ്റവും മികച്ച കഥാപാത്രം തന്നെ എടുത്തു പറയേണ്ടി വരും അല്ലെ. ഷെല്ലി എന്നൊരു കഥാപാത്രത്തെ ഒരിക്കലും മലയാളികൾ മറക്കാനിടയില്ല. അത്രയ്ക്കും വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ പൂർണ്ണനാക്കിയിട്ടുള്ളത്. വളരെ ആക്ടിങ് ഒന്നും പറയാനില്ല, വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ സിനിമ കണ്ട സമയത്തെ നമുക്ക് ആ ഒരു എഫക്റ്റ് മാറിയിട്ടില്ല. നമുക്ക് എന്തൊരു ഉന്മാദം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ടറുടെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കിരൺ ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പ്രൊഫഷണലി ഒരു എഡിറ്ററാണ്. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുള്ള തൊണ്ടിമുതലും ദൃക്സാക്ഷി എന്ന സിനിമയുടെ എഡിറ്ററായിരുന്നു. അതുപോലെ തന്നെ റോഷാക്കിന്റെ എഡിറ്ററായിരുന്നു. അനോമി എന്ന സിനിമയുടെ എഡിറ്ററായിരുന്നു. അപ്പൊ ഇത്രയും ഒരു നല്ലൊരു എഡിറ്റർ ഒരു ഡയറക്ഷൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആ സിനിമ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ സ്കില്ല്, ഇത്രയും നല്ലൊരു സിനിമ നമുക്ക് ചാക്കോച്ചന്റെ ഒരു സിനിമ തന്നതിന് ഒരു ഡയറക്ടറിന്റെ ഒരു പ്രത്യേക കഴിവ് തന്നെ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഈ ഒരു പടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഷാഹി കബീറിന്റെ തിരക്കഥ തന്നെയാണ്. ഈ പടത്തിന്റെ ഒരു വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ ചാക്കോച്ചൻ അഭിനയിക്കുന്ന മൂന്നാമത്തെ അല്ലെങ്കിൽ പോലീസ് കഥാപാത്രത്തിൽ എത്തുന്ന മൂന്നാമത്തെ സിനിമ കൂടിയാണ്. കാരണം അദ്ദേഹത്തിന്റെ കഴിവ്, അദ്ദേഹം തിരക്കഥയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ നായാട്ട്, ഓഫീസറൊക്കെ തുടങ്ങിയ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എപ്പോഴും നമുക്ക് ലാസ്റ്റ് ഒരു ചിലപ്പോൾ ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും നമുക്ക് കിട്ടാറ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ഒരു ഉന്മാദം എന്നൊരു ഈ ഒരു ഉന്മാദത്തിൽ നമുക്ക് കുറച്ചും കൂടി വ്യത്യസ്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തിരക്കഥ ഒന്നും പറയാനില്ല, അടിപൊളി തിരക്കഥ. അതായത് അവരൊരു ടീം വരുമ്പോ ഉണ്ടല്ലോ, അതിൽ ചാക്കോച്ചിനും കൂടി അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് തിയേറ്ററിന്, എനിക്ക് സത്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എഫക്ട് ഇപ്പോഴും മാറുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ പാട്ടുകൾ, 2 പാട്ടുകളാണ് ഈ സിനിമയുള്ളത്. പാട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മുജീബ് മജീദ് ഇതിനു മുൻപ് കളങ്കാവലിലെ പാട്ടൊക്കെ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ നമുക്ക് ഇപ്പോഴും നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൽ നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെ മുജീബ് മജീദ്. അതുപോലെ തന്നെ വിനായക് ശശികുമാർ, എത്രയോ പാട്ട്, ഇപ്പൊ രോമാഞ്ചത്തിലെ പാട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല പല സിനിമകളിൽ ഇത്രയും ഈ പറഞ്ഞ പോലെ തന്നെ മുജീബ് മജീദിനെ പറഞ്ഞ പോലെ തന്നെ വിനായക് ശശികുമാറിന്റെ വരികള്, ആ പാട്ടിന്റെ ഒരു എന്താ പറയാ ആ ഒരു സത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ബിജിമാലിന്റെ ആലാപനം വളരെ മനോഹരമായിട്ട്, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് തന്നെയാണ് അല്ലെ. തിയേറ്ററിൽ തന്നെ നിങ്ങളത് അനുഭവിച്ചറിയണം. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പടത്തിലെ സൗണ്ട് എഫക്റ്റ് തന്നെയാട്ടാ. മിനിമൽ ആവേണ്ടടുത്ത് മിനിമൽ ആയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തിയേറ്ററിൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കുറെ ആളുകൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ ഒരു കൂട്ടായിട്ട് പരിശ്രമം തന്നെയാണ് ഈ സിനിമയുടെ ഒരു തിയേറ്ററിൽ ഇറങ്ങി വരുമ്പോൾ എല്ലാവരും മനസ്സ് നിറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലെ, എങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ശില്പ? അതുപോലെ തന്നെയല്ലേ ഉണ്ടായിരുന്നു, ഒരു എഫക്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടീം വർക്കിന്റെ വിജയം തന്നെയാണ് അല്ലെ. വളരെ മനോഹരമായിട്ട് ആ ടീം സ്പിരിറ്റ് നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് ലിജോമോളുടെ കാര്യമാണ്. ലിജോമോൾ ഇതിലൊരു എന്താ പറയാ മെയിൻ കഥാപാത്രമായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ചാക്കോച്ചന്റെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപും നമ്മൾ കുറെ സിനിമയിൽ പൊന്മാനിലായാലും ഒക്കെ ലിജോമോളുടെ ഒരു അഭിനയം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ ഇതിലും അതിനൊരു മാറ്റമില്ല. നല്ല രീതിയിലാണ് ആ പെർഫോമൻസ്, ഒരു ഹൈ ലെവലിലാണ് നിൽക്കുന്നത് ലിജോമോളുടെ. അതുപോലെ തന്നെ എല്ലാവരുടെയും അതിൽ അഭിനയിച്ച വന്നുപോയ ഓരോ ക്യാരക്ടേഴ്സും അവർക്കനുസരിച്ച് എല്ലാ കഥാപാത്രം നല്ല രീതിയിലാണ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാവരും ഉന്മാദം തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞങ്ങൾക്ക് എന്തായാലും പടം വളരെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ചാക്കോച്ചന്റെ ഒരു ഉന്മാദം എന്ന് വേണേ പറയാം. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ വിജയിപ്പിക്കുക. ഓക്കെ, താങ്ക്സ്.